സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 2027 ഫെബ്രുവരി 9 വരെയാണ് ചീഫ് ജസ്റ്റിസ് പദവിയിൽ ജസ്റ്റിസ് സൂര്യകാന്തിന്റെ കാലാവധി. मैं सूर्यकांत, जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ, ईश्वर की शपथ लेता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. ഹരിയാനയിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. രാഷ്ട്രപതി ഭവനിൽ നടന്ന ജസ്റ്റിസ് സൂര്യകാന്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശ രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരും പങ്കെടുത്തു. ഹരിയാന ഹിസാർ ജില്ലയിലെ സാധാരണ കർഷക കുടുംബത്തിലായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ജനനം. ബെഞ്ചില്ലാത്ത സ്കൂളിൽ നിന്ന് പഠനം ആരംഭിച്ച ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാന ഭരണഘടനാ ബെഞ്ചിനെ നയിക്കാൻ ഒരുങ്ങുകയാണ്. ആദ്യം ജില്ലാ കോടതികളിലും പിന്നീട് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലും പ്രാക്ടീസ് ചെയ്തു. 38-ാം വയസ്സിൽ ഹരിയാനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറലായി ജസ്റ്റിസ് സൂര്യകാന്ത്. 2018 ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി. 2019 മെയ് 24 ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രീം കോടതി ജഡ്ജിയായി ഉയർത്തപ്പെടുന്നത്. ബീഹാറിലെയും കേരളത്തിലെയും വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരായ ഹർജികൾ നിലവിൽ ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പരിഗണനയിലാണ്. കേരളത്തിലെ SIRനെതിരായ ഹർജികൾ മറ്റന്നാൾ പരിഗണിക്കും. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ കേന്ദ്ര തീരുമാനം ശരിവച്ചതുൾപ്പെടെ ഒട്ടേറെ സുപ്രധാന വിധികൾ പറഞ്ഞ ബെഞ്ചുകളിലെ അംഗമായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത്. ആർ അച്യുതൻ, 24, ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.